എല്ലാ മാന്യ പ്രേക്ഷകർക്കും മരിയ വിഷനിലേക്ക് സ്വാഗതം. മരിയ വാർത്തകൾ. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഏതാണ്ട് 21 വൈദികർ അതിരൂപത ആസ്ഥാന മന്ദിരത്തിലെത്തുകയും അവിടെ പ്രാർത്ഥനായജ്ഞം ആരംഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്കമാലിയിൽ നടന്ന നിരാഹാര സമരത്തിന് അനുഭാവപൂർവമായ യാതൊരു നീക്കുപോക്കും സിനഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതിന് പ്രതിഷേധിച്ചാണ് അതിരൂപത ആസ്ഥാന മന്ദിരത്തിൽ പ്രാർത്ഥനായജ്ഞം തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് ആ പ്രാർത്ഥനായജ്ഞത്തിലേക്ക് പോകാം. മന്ദിരത്തിന് അകത്തും പുറത്തും നടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. എല്ലാവരും ഈ ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അങ്കമാലിയിൽ ഫാദർ ജോയ്സ് കൈതക്കോട്ടിൽ ആരംഭിച്ച നിരാഹാര സത്യാഗ്രഹം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 3 ദിവസമായി നിരാഹാരം കടന്നിട്ടും സഭാധികാരികൾ ഒന്നും തിരിഞ്ഞു നോക്കുകയോ ഒരു കോള് വിളിക്കുകയോ അവരുടെ മനസാക്ഷിയെ ഉണർത്താൻ നമുക്ക് കഴിയാതിരുന്നതുകൊണ്ട് അരമനയിൽ തന്നെ നമ്മൾ വൈദികരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ക്രിമിനൽ കൂരിയ വസിക്കുന്ന ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ രൂപതയെ വിശുദ്ധീകരിക്കാൻ ധാർമ്മിക ശക്തി ഉണർത്താനായിട്ട് കഴിയുമോ എന്ന് നമ്മൾ പരിശ്രമിക്കുകയാണ്. ഇപ്പോൾ നിരാഹാരം അനുഷ്ഠിക്കുന്ന ജോയ്സ് കൈതക്കോട്ടിലച്ഛന് അഭിവാദ്യങ്ങൾ നേരുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, എറണാകുളം അരമനയിൽ സെൻട്രൽ ഹാളിൽ നമ്മൾ 20ഓളം അച്ഛന്മാർ ഇവിടെ വന്നിരിക്കുകയാണ്. ഈ ക്രിമിനൽ കൂരിയെ, ഈ അതിരൂപതയെ നശിപ്പിക്കുന്ന ക്രിമിനൽ ഭരണം നടത്തുന്ന ഈ കൂരിയെ പുറത്താക്കാതെ നമുക്ക് നിവൃത്തിയില്ലാതെ വന്നിരിക്കുന്നു. അധാർമിക ഭരണം നടത്തുന്ന കൂരിയെ പുറത്താക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. 25 ജനുവരി 9 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2:40 എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുതിർന്നവരും ചെറുപ്പക്കാരും അതിവയസ്കരുമായ 20ഓളം വൈദികർ ഞങ്ങളിവിടെ അരമനയിൽ വന്നിരിക്കുകയാണ്, ഹൗസിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളിൽ പലരുടെയും ആധാർ കാർഡ് പോലും വികസിലാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്കമാലി അതിരൂപതയിലെ ആർച്ച് ബിഷപ്പ് വോട്ടർ ID, ഞങ്ങളുടെ ID കാർഡ് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ സമാധാനമായി ഇവിടെ വന്നിരിക്കുകയാണെന്ന് വെച്ചാൽ ഈ അധാർമികമായ രൂപതാ ഭരണം ക്രിമിനലായിട്ട് ആളുകളെ കൂരിയയിൽ ഇരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് അതിരൂപതയെ വിമോചിപ്പിക്കുക, വിശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുക. എല്ലാ വിശ്വാസികളുടെയും പൊതുസമൂഹത്തിൻ്റെയും എല്ലാവരുടെയും സീറോ മലബാർ സഭ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ായിട്ടുള്ള ആളുകൾ സംവിധാനം കയറിയിരിക്കുന്നത് ഒരു സമൂഹത്തിനും ഒരു സംവിധാനത്തിനും നല്ലതല്ല. അതിൻ്റെ വലിയ ദുരന്തമാണ് വിശുദ്ധരായ 4 വൈദികരെ സസ്പെൻഡ് ചെയ്ത അവസ്ഥയുണ്ടായത്. ഇതുപോലത്തെ വളരെ ക്രൂരമായ നടപടികൾ, അധാർമികമായ രീതികൾ, നിയമപരമല്ലാത്ത അനീതിപരമായ പ്രവർത്തനങ്ങൾ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ക്രിമിനലായിട്ടുള്ള ആളുകളിൽ നിന്ന് അതിരൂപതയെ വിമോചിപ്പിക്കുക ഒരു ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുക. ഇവിടെ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ വളരെ ശാന്തമായി ഇവിടെ ഇരിക്കുന്നു. ഞങ്ങൾ ഉടനെ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യം ഈ അതിരൂപതയെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അങ്കമാലിയിൽ ഫാദർ ഡോക്ടർ ജോയ്സ് കൈതക്കോട്ടിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച 3 ദിവസത്തെ നിരാഹാര പ്രാർത്ഥനാ യജ്ഞം അധിക മണിക്കൂറുകൾ കഴിയാതെ അവസാനിക്കും. പക്ഷേ ആ നിരാഹാര യജ്ഞത്തോട് ആരും തന്നെ സഭാധികാരികൾ ആരും തന്നെ പ്രതികരിക്കുകയോ അന്വേഷിക്കുകയോ പോലും ചെയ്തിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ അതിരൂപത കേന്ദ്രത്തിലേക്ക് തന്നെ ഇവിടെ വന്നിരിക്കുക. ഇവിടെ ബന്ധപ്പെട്ട അധികാരികളെ കാണുക ആവശ്യത്തിലാണ്. താങ്ക് യു. ക്രിമിനൽ കൂരിയ ഇവിടെ വന്ന് 2 മാസം പൂട്ടിക്കിടന്ന ഈ വാതിൽ ആദ്യമായിട്ട് ഇപ്പോൾ വിശാലമായി തുറന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ അരമനയിൽ ഈ ക്രിമിനൽ കൂരിയ വന്നതിന് ശേഷം ആദ്യമായി ശുദ്ധവായു പ്രവേശിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഹൗസിൽ ഞങ്ങൾ 21 വൈദികർ ഇവിടെ എത്തിയിട്ട് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞു. ഇപ്പോൾ സമയം 8:35 രാത്രി ആയി. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ ഇപ്പോൾ ഇനി ഇവിടെ ചെറിയ ഒരു പ്രാർത്ഥന, ഒരു ലലിയ പ്രാർത്ഥനയോടെ, രാത്രി പ്രാർത്ഥനയോടെ ഞങ്ങൾ ഇനി വിശ്രമിക്കാൻ ഒരുങ്ങുകയാണ്. ഈ സമയമായിട്ടും ഈ കുരിയയിലുള്ളവരാരും ഇവിടെ
കടന്നു വരാനായിട്ട് തയ്യാറായിട്ടില്ല. ഞങ്ങൾക്ക് അവരെ കാണണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷെ അവർ ഒളിച്ചും പാത്തുമൊക്കെ ഇതിലേക്ക് ഓടി നടക്കുകയാണ്. ഞങ്ങളെ കാണുമ്പോൾ അവർ ഓടിപ്പോവുകയാണ്. അവർ ഞങ്ങളുടെ കൂടെ വന്നിരിക്കാനോ സംസാരിക്കാനോ തയ്യാറല്ല. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇവിടുത്തെ റെഫക്ടറിയെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. സ്റ്റാഫിനെ എല്ലാം പറഞ്ഞു വിട്ടു. അപ്പോൾ പുറത്ത് ഗേറ്റിലുള്ള നമ്മുടെ വിശ്വാസികൾ, നമ്മുടെ അൽമായ സഹോദരങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നു. ആ ഭക്ഷണം ഞങ്ങളെല്ലാവരും കഴിച്ചു. ഞങ്ങളിപ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം വളരെ സമാധാനപരമായിട്ട് പോകുന്നു. യാതൊരുവിധ അക്രമ പ്രവർത്തനങ്ങളോ യാതൊരുവിധ ഡിസോർഡറുകളോ ഇല്ല. ഇവിടെ എല്ലാം ശാന്തമായിട്ടിരിക്കുന്നു. ഒരു വ്യത്യാസം ഇപ്പോൾ കണ്ടത്, ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങളെ പുറത്തുനിന്ന് പൂട്ടി, ഈ ജോഷി പുതുവയും ജേക്കബ് പാലക്കാപ്പള്ളിയോ കൂടി പൂട്ടി ലോക്ക് ഇട്ടിരുന്ന ഒരു ഇടയ്ക്കുള്ള ഒരു ഇരുമ്പ് ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ്, അതിലുള്ള ലോക്ക് ഇപ്പോൾ അവർ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ രാത്രി ഏതെങ്കിലും അക്രമികളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനായിട്ട് ജേക്കബ് പാലക്കാപ്പള്ളി പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇങ്ങനെയുള്ള ആശങ്കകൾ, സംശയങ്ങൾ എന്തിനാണ് പങ്കുവയ്ക്കുന്നതെന്ന് വെച്ചാൽ, ഈ 7 വർഷമായിട്ട് ഞങ്ങൾ ഇവരുടെയൊക്കെ വലിയ കുതന്ത്രങ്ങൾ, ഇതുപോലത്തെ കുടില പ്രവർത്തനങ്ങൾ ഞങ്ങൾ കണ്ടതാണ്. പലതും ഞങ്ങൾ അഭിമുഖീകരിച്ച് ഞങ്ങൾ ഇരയാക്കപ്പെട്ടതാണ്. അപ്പോൾ മുൻ അനുഭവങ്ങളിൽ നിന്നാണ് ഞങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്നതും മുൻകൂട്ടി തന്നെ എല്ലാവരെയും അറിയിക്കുന്നതും. അതുകൊണ്ടാണ്, കാരണം ഇവരുടെ കുടിലതയും ക്രിമിനൽ ബുദ്ധിയും എല്ലാവരും മനസ്സിലാക്കണം, അറിയണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഓരോ സമയത്ത് അപ്ഡേഷൻ വിടുന്നത്. താങ്ക് യു. സമയം 12 മണി. ഒരു അപ്ഡേഷൻ തരാൻ ഉദ്ദേശിക്കുകയാണ്. ഇതാ ജനുവരി 10-ാം തീയതിയായി. അച്ഛന്മാർ കുറച്ച് പേര് ഇപ്പോൾ വിശ്രമിക്കുകയാണ്. പലരും ഇവിടെ ജാഗ്രതയോടെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ അനൂപ് ചാക്കോ എന്ന് പറഞ്ഞൊരു പോലീസുകാരൻ ഈ ഗസ്റ്റ് റൂമിൽ താമസിക്കുന്നുണ്ട്. അദ്ദേഹം ഡ്യൂട്ടിയിലാണെന്നാണ് പറഞ്ഞത്. ഡ്രസ്സ് മാറാൻ കയറിയതാണെന്നാണ് പറഞ്ഞത്. ഞങ്ങളത് അദ്ദേഹത്തോട് ചോദ്യം ചെയ്തിരുന്നു, എന്തുകൊണ്ടാണ് ബിഷപ്പ് ഹൗസിൻ്റെ അകത്ത് പോലീസുകാരൻ താമസിപ്പിക്കുന്നത്, ആരാണ് ഇദ്ദേഹത്തെ താമസിപ്പിച്ചതെന്ന്. ഇപ്പോഴും ഈ ഗേറ്റിൽ വിശ്വാസികൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾ സപ്പോർട്ടുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ പലരും ഓറഞ്ചും ആപ്പിളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പോലീസുകാർ ജാഗ്രതയോടെ ഇവിടെ ഉണർവോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗേറ്റിൽ ഇപ്പോഴും 12 മണി സമയത്തും വന്നിരിക്കുകയാണ്. അത് മോറേലിയച്ചൻ വന്നിട്ടുണ്ട്. വട്ടോളിയച്ചൻ ഇവിടെ ഉണ്ട്. ഇതേ നിഖിൽ പറയാട്ടിയച്ചൻ, അതെ അവിടെ ജിജി, അവിടെ സാറ്. അപ്പൊ ഇവിടെ വളരെ ജാഗ്രതയോടെ ഈ 12 മണി നേരത്തും ആളുകൾ ഇവിടെ അഭിവാദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് പാറക്കാട്ടിലച്ഛന്റെ നേതൃത്വത്തിലെ ടീം വന്നിരിക്കുകയാണ്. അതെ 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 അധാർമിക ഭരണത്തെ തുടച്ചു നീക്കുക. അപ്പോ ഇവിടെ ഇപ്പോഴും ജാഗ്രതയോടെ ഉണർന്നു നിൽക്കുകയാണ്. അതായത് ഈ അതിരൂപതയിലെ അധാർമിക ഭരണ സംവിധാനത്തെ വിശുദ്ധീകരിക്കാതെ ഞങ്ങൾ അടങ്ങുകയില്ലെന്ന് ഈ ഗേറ്റിന്റെ അകത്ത് നിൽക്കുന്നവരും പുറത്തു നിൽക്കുന്നവരും ഒരുപോലെ പറയുകയാണ്. അഭിവാദ്യങ്ങൾ 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 അച്ഛന്മാർക്ക് അഭിവാദ്യങ്ങൾ അച്ഛന്മാർക്ക് അഭിവാദ്യങ്ങൾ അച്ഛന്മാർക്ക് അഭിവാദ്യങ്ങൾ അച്ഛന്മാർക്ക് അഭിവാദ്യങ്ങൾ. തോക്കുകയില്ല 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 തോക്കുകയില്ല. ചരിത്രം കേട്ടിട്ടില്ല ചരിത്രം കേട്ടിട്ടില്ല ചരിത്രം കേട്ടിട്ടില്ല ചരിത്രം കേട്ടിട്ടില്ല. സൂപ്പർ. കുർബാന എല്ലാനായിട്ടേ ആ ഷെൽഫ് തുറന്നു കിട്ടണം. ഞങ്ങൾ ചാപ്പലിൽ എലികൊള്ളാം. ഒരു ഹോസ്റ്റി മതിയില്ല എല്ലാവർക്കും കൂടി ചെല്ലാൻ. എന്താ പറ്റിയ? അല്ല എന്താ പറഞ്ഞ ക്ലാരിറ്റി ഇല്ല. ഇത് കൈ അച്ഛന്റെ കൈ നമുക്ക് സംസാരിക്കണ്ടേ? അല്ലല്ല
അച്ഛൻ റീസണബിൾ ആയിട്ട് പറഞ്ഞ ഒരു കുഴപ്പമില്ല, റീസണബിൾ ആയിട്ട് പറഞ്ഞോ. ഞങ്ങൾ കുർബാനയല്ല വേണ്ടത്, അച്ഛനല്ലല്ലോ തീരുമാനിക്കണേ. ഞങ്ങൾ ഞങ്ങളൊരു ബഹളം ഉണ്ടാകണ്ട, ഞങ്ങളൊരു ഷെൽഫിന്റെ ഇതാണ് ചോദിക്കണേ. കുർബാന ഇല്ലാനായിട്ടേ സമരമാണ്. ഈ രൂപതയിലെ അച്ഛന്മാർക്ക് ഇനി ഇവിടെ ആരോപണ കുർബാനെല്ലാം സൗകര്യമില്ലെന്നാണ്. അച്ഛാ ഷെൽഫിന്റെ താക്കോല് പോസ്റ്റിയും ആ കാസ എടുക്കാനല്ലേ? ഇങ്ങനെയൊക്കെയോ എന്താ സാറേ ഞങ്ങൾ കുർബാനെല്ലാം പാടില്ലേ? ഞങ്ങൾ കുർബാനെല്ലാം പാടില്ല, ഞങ്ങളുടെ അവകാശം കുർബാനെല്ലാം. ഇദ്ദേഹം ഇവിടെ വെറും കാവലാണ്. ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരേണ്ട ആളാണ് ഇദ്ദേഹം. എന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് കൽപ്പന ഇറക്കാണോ? ഇങ്ങനത്തെ ധാർഷ്ട്യം വേണ്ട അച്ഛാ സൈമൺ, ഇങ്ങനത്തെ ധാർഷ്ട്യം വേണ്ട. എന്താന്നേ ഞങ്ങൾ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. പ്രൊപ്പറേറ്റർ താക്കോൽ തരാൻ പറഞ്ഞില്ല. അച്ഛനോട് ഇരിക്കുന്നത് ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അതായത് ഫൈനാൻസ് കൗൺസിലിനോ ഒന്നും ആലോചിക്കാതെ ഇദ്ദേഹത്തിന്റെ നിയമനം ഇൻവാലിഡാ. ഇദ്ദേഹം ഒപ്പിടുന്ന കാര്യങ്ങളെല്ലാം പിൻവലിക്കേണ്ടി വരും. അതിപ്പോ ഈ പോലീസാണ് തീരുമാനിക്കുന്ന കുർബാന. പോലീസിന് അനുവാദം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഉദാശകാരങ്ങൾ അവരാണ് ചെല്ലട്ടെ. സ്നേഹമുള്ളവരെ, ഞാൻ നമ്മുടെ ബിഷപ്സ് ഹൗസിൻ്റെ ഫ്രണ്ടിലുണ്ട്. നമ്മുടെ ഇടവകയിൽ നിന്ന് സാധിക്കുന്നവരെല്ലാവരും വരണം. നമ്മുടെ അച്ഛന്മാരെ സപ്പോർട്ട് ചെയ്യണം. അവർ പ്രാർത്ഥനായജ്ഞം ആരംഭിച്ചു കഴിഞ്ഞു. സാധിക്കുന്നവരെല്ലാവരും വരിക കേട്ടോ. എന്നിട്ട് ഈ പ്രാർത്ഥനായജ്ഞത്തിൽ പങ്കുചേരുക. നമുക്ക് പുറത്തു നിന്നും നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെയൊക്കെ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. താങ്ക് യു. ക്ഷീണവും മറ്റ് പല പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്യുവാൻ നമ്മുടെ സജ്ജരാകുന്ന ഒരു ഇച്ഛാശക്തിയാണ്. നമ്മുടെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതായ ഒരു സന്ദർഭമാണിത്. ഈ സന്ദർഭത്തിൽ അടിപതറാതെ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള ശേഷിയും അതിനുള്ളതായ സന്നദ്ധതയും സഹനശക്തിയും ഇച്ഛാശക്തിയും നമുക്ക് ലഭിക്കുവാനായിട്ട് ഈ കുർബാനയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പുറത്തുള്ള ആളുകൾക്ക് നമ്മളോടുള്ളതായ ആഭിമുഖ്യം പ്രകടമാക്കുവാനും നമ്മളോട് ഒത്തുചേരുവാനും വേണ്ടതായ തീഷ്ണതയും താല്പര്യവും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ കുർബാന ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പെസഹ തിരുനാൾ